സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമന കേസിൽ ഉടൻ വാദം കേൾക്കണമെന്ന് ഗവർണർ. പാനൽ തയ്യാറാക്കാൻ രൂപീകരിച്ച ജസ്റ്റിസ് സുധാൻഷു ധുലിയ സമിതിയിൽ UGC പ്രതിനിധി വേണമെന്നും ഗവർണർ. വിഷയം അടിയന്തരമായി കേൾക്കണമെന്ന് ഗവർണർ ഇന്ന് സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു. ബി ബാലഗോപാൽ ചേരുകയാണ് വിശദവിവരങ്ങളുമായി. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുകയാണ്. സർക്കാർ ഗവർണർ പോര് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോഴിതാ വീണ്ടും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുകയാണ് ഗവർണർ. ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു തീരുമാനം ഉണ്ടാവണമെന്നത്. എന്താണ് വിശദവിവരങ്ങൾ ബാലഗോപാൽ? മോത്തി, ജസ്റ്റിസ് സുധാൻഷു ധുലിയയുടെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് കേരളത്തിലെ 2 സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർമാരെ കണ്ടെത്തുന്നതിന് നേതൃത്വം കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പാനൽ തയ്യാറാക്കുന്ന ജസ്റ്റിസ് സുധാൻഷു ധുലിയ സമിതിയിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നതാണ് ഗവർണറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചുകൊണ്ട് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതായത് ഈ കേസിൽ UGCയെ കക്ഷി ചേർക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഗവർണർ നേരത്തെ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഈ ആവശ്യം അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ഗവർണറുടെ അഭിഭാഷകർ ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. രാവിലെ 10:30 ജസ്റ്റിസ് JB പർദിവാലയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെയാണ് ഈ ആവശ്യം ഇപ്പോൾ ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത്. ഗവർണർക്ക് വേണ്ടി അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി കോടതിയിൽ ഹാജരായ ഈ ആവശ്യം, അതായത് അടിയന്തരമായി വാദം കേൾക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം കഴിഞ്ഞ ആഴ്ച ഈ ആവശ്യം ഉന്നയിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ അന്ന് അറ്റോർണി ജനറൽ അസൗകര്യം കാരണമായിരുന്നു ആ ആവശ്യം ആ ഘട്ടത്തിൽ ഉന്നയിക്കാൻ വേണ്ടി കഴിയാതെ പോയത്. ഏതായാലും ഈ VC ആയി അപേക്ഷ നൽകുന്നവരുടെ, അതായത് പരിഗണിക്കേണ്ടവരുടെ അപേക്ഷ നൽകേണ്ടവരുടെ തീയതി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ബാലഗോപാലാണ് വിശദവിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഗവർണർ ഇക്കാര്യങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടും. ഗവർണർ സർക്കാർ പോര് ഒന്ന് ഒതുങ്ങിയിരുന്നു എങ്കിൽ, സർവകലാശാലകളുടെ കാര്യം എളുപ്പത്തിൽ തീരുമാനങ്ങളിലേക്ക് കടന്നിരുന്നു എങ്കിൽ നന്നായിരുന്നു, അല്ലേ?